ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. അസർബൈജാനിൽ ഹെലികോപ്റ്റർ തകർന്നു വീണുണ്ടായ അപകടത്തിലാണ് മരണം. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ പൂർണ്ണമായും കത്തിയ നിലയിൽ ഹെലികോപ്റ്റർ കണ്ടെത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി, അസർബൈജാൻ ഈസ്റ്റ് ഗവർണർ എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. അർച്ചന ചേരുന്നു. അർച്ചന, എന്തൊക്കെയാണ് ഈ അപകടത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ? ഷമി, ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു ദുരന്ത വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പ്രധാനമായും നീണ്ട തിരച്ചിൽ ഒടുവിൽ ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ നിലയിൽ നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. പ്രധാനമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഈ വിമാനം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ ജീവനോടെ അവശേഷിക്കാൻ സാധ്യതയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പ്രധാനമായും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം, അതുപോലെ ഗവർണർ, വിദേശകാര്യമന്ത്രി തുടങ്ങിയവരെല്ലാം തന്നെ ഈ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു. എന്തായാലും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഇത്തരൊരു വാർത്ത പുറത്തു വരുമ്പോൾ അത് വലിയ രീതിയിൽ ഇപ്പോൾ തിരച്ചിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു അപകടം നടക്കുമ്പോൾ അത് ഇന്നലെ വൈകിട്ടോടെയാണ് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ശേഷമാണ് ഇത്തരത്തിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇത്തരം വാർത്ത പുറത്തു വരുന്നത്. ഇന്നലെ ഈ അസർബൈജാൻ അതിർത്തിയോട് ചേർന്ന് ജോഫയിലാണ് ഈ അപകടം നടന്നത്. പിന്നീട് ഈ ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥ കാരണം അവിടെ തിരച്ചിൽ സംഘത്തിന് എത്താൻ കഴിഞ്ഞില്ല. പിന്നീട് നീണ്ട മണിക്കൂറുകൾ ശേഷമാണ് ഇവിടെ ഈ സംഘത്തിന് എത്താൻ കഴിഞ്ഞത്. തുടർന്നാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത്. അതായത് ഈ ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അടക്കം, വിദേശകാര്യമന്ത്രി അടക്കം, ഗവർണർ അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അത്തരം ഭീകരമായ സാഹചര്യത്തിലാണ്. അത് കത്തിക്കരിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരാരും തന്നെ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇന്നലെയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം നടക്കുന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഉണ്ടായത്. പ്രതികൂലമായ കാലാവസ്ഥ കാരണം ഹെലികോപ്റ്ററിൽ ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രധാനമായും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം ഇറാൻ മാധ്യമങ്ങൾ വരെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ കുറച്ച് മണിക്കൂർ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഈ ഹെലികോപ്റ്റർ കണ്ടെത്തിയിരിക്കുന്നത് വലിയ രീതിയിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന ആരും തന്നെ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ ഇറാൻ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ എന്തായാലും കൃത്യമായ ഒരു സ്ഥിരീകരണം നമുക്ക് ഇക്കാര്യത്തിൽ വേണം. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്തായാലും ഈ സ്ഥിരീകരണം ഉണ്ടാകുക. എന്തായാലും ഇന്നലെയാണ് ഇത്തരത്തിലൊരു വലിയ അപകടം നടന്നത്. എന്തായാലും ഹെലികോപ്റ്റർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതിന് കത്തിക്കഴിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഷമി. അർച്ചന, ഏതാണ്ട് 12 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഡ്രോണിൽ ഈ തകർന്ന ഹെലികോപ്റ്ററിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞത്. ഇന്നലെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് എമർജൻസി ലാൻഡിംഗ്, ക്രാഷ് ലാൻഡിംഗ് ചെയ്തു ഹെലികോപ്റ്റർ എന്നായിരുന്നു വന്നിരുന്നത്. അതിനുശേഷം അങ്ങേയറ്റം ദുഷ്കരമായ ഒരു പ്രദേശമാണ് അസർബൈജാനോട് ചേർന്ന് കിടക്കുന്ന ഇറാൻ്റെ അതിർത്തിയിലാണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തപ്പെടാനും മറ്റും രക്ഷാപ്രവർത്തകർക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. ഏതാണ്ട് 3 ഹെലികോപ്റ്റർ അടങ്ങുന്ന ഒരു കോൺവോയാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. ഇറാൻ പ്രസിഡന്റിനോടൊപ്പം ഈ ഒരു ഹെലികോപ്റ്ററിനാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 ഹെലികോപ്റ്ററുകളുടെ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എന്താണ് ഈ അപകടത്തിന് കാരണമായി പറയുന്നത്? മോശം കാലാവസ്ഥയാണ് എന്നുള്ള സൂചനകളാണ് നേരത്തെ വന്നിരുന്നത്. ഷമി, ഇപ്പോഴുള്ള നമ്മുടെ വിവരം അനുസരിച്ച് ഈ മോശമായ കാലാവസ്ഥയാണ് ഇത്തരത്തിലൊരു ഈ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കാൻ, അതായത് അതിവേഗം ഇടിച്ചിറക്കാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലടക്കം വ്യക്തത വരുന്നുണ്ട്. കാരണം ഇപ്പോഴാണ് ഈ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ ഹെലികോപ്റ്റർ കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം കടക്കുകയുള്ളൂ. കാരണം പ്രധാനമായും ഇന്നലെ ഇറാൻ്റെ, അതായത് റഷ്യൻ, സൗദി അറേബ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ എല്ലാം സഹായം ഈ ഉണ്ടായിരുന്നു. കാരണം അത്ര മാത്രം മോശമായ കാലാവസ്ഥയും അതുപോലെ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വരെ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഇത്തരം സന്നദ്ധ സംഘടനകളുടെ എല്ലാം സഹായവും ഇവർക്കുണ്ടായിരുന്നു. തുടർന്നാണ് ഈ സ്ഥലത്തേക്ക് ഈ രക്ഷാസംഘം എത്തിയത്. തുടർന്ന് 12 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ ഹെലികോപ്റ്റർ കണ്ടെത്തുന്നത്. മാത്രമല്ല ഈ മറ്റ് ഹെലികോപ്റ്ററുകളെ കുറിച്ചെല്ലാം ഇനി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം മറ്റ് മാധ്യമങ്ങൾ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു സ്ഥിരീകരണം നമുക്ക് അതിനെ സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പ്രധാനമായും ഈ ഇറാൻ പ്രസിഡന്റും അതുപോലെ വിദേശകാര്യമന്ത്രിയും അതുപോലെ ഗവർണറും സഞ്ചരിച്ച ഹെലികോപ്റ്റർ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നതാണ് ഏറ്റവും പുറത്തു വരുന്ന റിപ്പോർട്ട്. മാത്രമല്ല ഈ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന ആരും തന്നെ ജീവനോട് അവശേഷിക്കാനുള്ള ഒരു സാധ്യത പൂർണ്ണമായും തള്ളുകയാണ് ഇത്തരം മാധ്യമങ്ങൾ. എന്തായാലും
ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരുന്നതേയുള്ളൂ. അതായത് ഹെലികോപ്റ്റർ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഹെലികോപ്റ്റർ കണ്ടെത്തുമ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാരണമായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് പ്രതികൂലമായ സാഹചര്യം, അതായത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തന്നെ ഇടിച്ചിറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഹെലികോപ്റ്റർ. ഇതാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം ലഭിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം നടക്കേണ്ടതുണ്ട്. എന്തായാലും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന, ഇറാനെ വലിയ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഈ അധികാരത്തിലിരിക്കുന്ന 3 പേരാണ്, അതായത് പ്രസിഡന്റ് അടക്കം ഗവർണർ, വിദേശകാര്യമന്ത്രി, 3 പേരാണ് ഇത്തരത്തിൽ ഈ വലിയ അപകടത്തിൽ എന്തായാലും മരണപ്പെട്ടിരിക്കുന്നത്. അത് വലിയൊരു രീതിയിൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്, ദുരന്ത വാർത്തയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങളും ഇത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണവും എല്ലാം നീളേണ്ടതുണ്ട്. ഷെമി.